കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് ചെസ് ഗുണകരമാകുമെന്ന് MLA. ന്യൂ ജനറേഷന്റെ കാലത്ത് കുട്ടികൾ ഫോണിലും മറ്റും അഡിക്റ്റായി പോകുന്നു എന്ന രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പരാതികൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുന്ന മാർഗമാണ് ചെസ് കളിയെന്നും വളർന്നുവരുന്ന കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും ഇത് ഉപകാരപ്പെടുമെന്നും E.T. ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനും E.T. വിൻസെന്റിന്റെ സ്മരണാർത്ഥം കുടുംബവും സംയുക്തമായി എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 4, 5, 6, 7 എന്നീ ക്ലാസുകളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചെസ് ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു MLA. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം കാണണം. ഇന്നലെ ആക്ടിവിറ്റിയിൽ എല്ലാ ഹൈസ്കൂളിലും ഒരു വോളിബോൾ ടീം ഉണ്ടായിരുന്നു. എല്ലാം വോളിബോൾ ടീം അതൊക്കെ ഇന്നലെ വരും. അപ്പോൾ ഇപ്രാവശ്യം വെക്കേഷനിൽ ചാവക്കാര ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കുട്ടികളുടെ വോളിബോളിന്റെ മത്സരം നടത്താറുണ്ട്. അപ്പൊ എനിക്ക് നമ്മുടെ പഞ്ചായത്തുകളോട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് കളി പഠിപ്പിക്കലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെസ് അസോസിയേഷന്റെ ഒക്കെ പിന്തുണയോടുകൂടി ഒരു വെക്കേഷൻ കാലത്ത് ഇവിടെ ചെസ് മത്സരത്തിന് നമ്മുടെ ഒരു നല്ല ഒരു ചെസ് കോമ്പറ്റീഷൻ മത്സരം സംഘടിപ്പിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ ആലോചിക്കുന്നത് മറ്റൊരു സഹായങ്ങൾ നമുക്ക് ചെയ്യാം. ഈ വരുന്ന സമ്മർ വെക്കേഷൻ നാളുകളിൽ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കായി ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എടവിലങ്ങ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുച്ചാലിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ് പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് മോനിഷ, വാർഡ് മെമ്പർമാരായ KK മോഹനൻ, ജോസ്മി ടൈറ്റസ്, സുബി പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, പ്രധാന അധ്യാപികമാരായ വിജി ടീച്ചർ, നിഷ ടീച്ചർ, E.T. വിൻസെന്റ്, കുടുംബാംഗം EV ഷെൽസൺ, PTA പ്രസിഡന്റുമാരായ ഷെഫീർ, സജിത അമ്പാടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രധാന അധ്യാപിക NV ജ്യോതി ടീച്ചർ നന്ദി പറഞ്ഞു.